നമസ്കാരം ശ്രീ മൈത്രേയൻ സിനുജി. ഇപ്പോൾ പേജർ ആക്രമണം, ലെബനനിൽ പേജർ ആക്രമണവും അതിന് പിന്നാലെ വാക്കി ടോക്കി, ബാറ്ററി എല്ലാം പൊട്ടിത്തെറിച്ചിട്ട് വലിയൊരു ഭീതിജനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി ഒരു ലോകയുദ്ധത്തിലേക്ക് കലാശിക്കുമെന്ന് ഒരാശങ്കയുണ്ടോ നമുക്ക്? നമുക്കിപ്പോൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു. മൂന്നാമതൊരു ലോകമഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉണ്ടാകുന്ന ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേ കാലത്തിനൊപ്പം ഭീകരതയുടെ സാങ്കേതികവിദ്യ മാറുന്നു. അതായത് അക്രമിയുടെയും മാറുന്നു, ഇരകളുടെയും മാറുന്നു. നമുക്ക് എങ്ങനെ ഇതിനെയൊന്ന് വിലയിരുത്താൻ പറ്റും? അല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ദിവസവും വലിയ ബോംബാക്രമണം എന്ന് പറഞ്ഞാൽ ഹിറോഷിമയിലിട്ടതിനേക്കാളും കൂടുതൽ ബോംബ് ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന സ്ഥലത്ത്. അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നവരാണ്. ഇപ്പം നിങ്ങൾ ഈ കൗതുകത്തോടെ പറയുന്നത് കഴിഞ്ഞാൽ പേജർ വെച്ച് പൊട്ടിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്ന അതങ്ങനെ മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ അതേ സമയത്ത് അവിടെ ആ യുദ്ധം എന്ന് പറയുന്നതാണ് യഥാർത്ഥ പ്രശ്നം. അത് അവിടെ മാത്രമല്ല, ഉക്രൈനിൽ യുദ്ധമുണ്ട്, സിറിയയിൽ യുദ്ധമുണ്ട്, ലെബനനിൽ യുദ്ധമുണ്ട്, എന്താണ് മറ്റേ സൗദി അറേബ്യയുടെ അരികിലുള്ള അതിൻ്റെ പേരെന്താ, ചെറിയ രാജ്യം. ഞാനീ പറയുന്നത് യുദ്ധം പല സ്ഥലത്ത് നടക്കുന്നുണ്ട്. ആ നടക്കുന്നത് പുതിയ സാങ്കേതിക വിദ്യയുടെ എന്താ പറഞ്ഞാൽ കാട്ടലും കൂടാണ്. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഭീകരരുടെ കയ്യിലിരിക്കുന്നു, മറ്റൊരു ഭീകരരല്ല, ഗവൺമെൻറ് ഭീകരമല്ല എന്നല്ല. എല്ലാ ഗവൺമെൻറ്റും ഭീകരമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യാവകാശം എന്ന് പറയുന്ന ഇതുണ്ടാക്കിയത്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ ഗവൺമെൻറ് നമ്മളെ ഉപദ്രവിക്കുന്നതിന് മനുഷ്യാവകാശം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനത്തിൻ്റേതോ ജനകീയമായിട്ടോ മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് പൗരാവകാശവും അതിനുശേഷം മനുഷ്യാവകാശവും പറയാൻ ബാധ്യത വരികയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഞാൻ ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് സാങ്കേതികവിദ്യയുടെ വികാസം വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് ശരീരം കൊണ്ട് ഒരാൾ അവിടെ എത്തേണ്ട കാര്യം പോലും ഇല്ലാത്ത നിലവാരത്തിലായിട്ടാണ് ഡ്രോൺ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന യുദ്ധം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കക്കാർ അവരുടെ പ്രസൻസ് ഇല്ല, പക്ഷേ യുദ്ധം നടത്തുന്നുണ്ട്. അത് അന്യരാജ്യത്തിരുന്നുകൊണ്ട് ഡ്രോൺ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാങ്കേതികവിദ്യ വികസിക്കുന്നത്. അതിൻ്റെ ഒരു സ്ഥലം മാത്രമാണ് പേജർ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ. അവരെന്തുകൊണ്ടാണ് പേജർ ഉപയോഗിച്ചിരുന്നത്? ചെയ്യാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവർ അതിന് മേളിൽ റിസർച്ച് ചെയ്തു, എന്നിട്ട് അത് നശിപ്പിക്കാനായിട്ട് അത് നശിപ്പിച്ചപ്പോൾ കുറച്ച് പേര് മരിച്ചുപോയി എന്നുള്ളതല്ലാതെ സാങ്കേതിക വിദ്യയുടെ വികാസം കാണിക്കുന്നത് ഏത് തരത്തിലുള്ള ലൊക്കേഷൻസ് അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുമ്പോഴും അതും കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് നമ്മൾ നീങ്ങുന്നു. പണ്ടാണെങ്കിൽ സാറ്റലൈറ്റ് ഇല്ല, സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ആ സമയത്ത് ആളുകൾ ഒളിച്ചിരിക്കാനൊക്കത്തില്ല, കാരണം ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചിട്ടാണ് താഴെ നോക്കുന്നത്. താഴോട്ട് നോക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളൊരു ഒരു വീടിനകത്ത് ഒളിച്ചിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രക്കിൻ്റെ കീഴിൽ ഒളിച്ച് കിടക്കുന്നു. ഇതൊന്നും അർത്ഥമില്ല. കാരണം ഇൻഫ്രാറെഡിനകത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചൂട് പൊങ്ങുന്നതനുസരിച്ചിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒളിച്ചിരിക്കുക എന്ന് പറയുന്ന അർത്ഥം പോലും ഇന്നില്ല. ഇപ്പോൾ ഈ ആദ്യകാലത്ത് സർക്യൂട്ട് ഡയഗ്രാം അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് സ്ഫോടനം നടത്തുക. അപ്പോൾ ഈ തമിഴ് പുലികൾ അവർ നേരത്തെ ഈ ട്രാൻസിസ്റ്ററിനകത്ത് എന്തെങ്കിലും സർക്യൂട്ടിൽ ചെറിയ ഇതൊക്കെ നടത്തുന്നു, എന്നിട്ട് ഈ ശത്രുവിൻ്റെ അടുത്തുകൊണ്ട് ട്രാൻസിസ്റ്റർ റേഡിയോ വെക്കുന്നു. അവരത് ഓൺ ചെയ്യുമ്പം അത് പൊട്ടിത്തെറിക്കുന്നു. പിന്നീട് കാലം മാറി ടി വി വന്നു, റിമോട്ട് വന്നു. അപ്പോൾ പിന്നീട് റിമോട്ട് ഉപയോഗിച്ചിട്ട് ബട്ടൺ ഞെക്കുന്നു. അത് ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദികൾ മീൻസ് യുവാക്കളെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ട് അങ്ങനെ നടത്തുന്നു. ഇപ്പോൾ കാലം മാറിയതിനനുസരിച്ച് പിന്നീട് മനുഷ്യ ബോംബായി ഈ ചാവേറുകൾ. ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ റിമോട്ട് ഉപയോഗിക്കുക, ഇതൊന്നും ഇല്ലാതെ യാതൊരു ചിലവുമില്ലാതെ പേജർ ഉപയോഗിച്ച് ഒരേ സമയം 3000-ഓളം സ്ഥലത്ത് സ്ഫോടനം നടത്തുന്നു. അടുത്ത ഘട്ടമായി വോക്കി ടോക്കിയിൽ നടത്തുന്നു. അപ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത, ടെക്നോളജിയെ ഇത്രത്തോളം സ്വായത്തമാക്കാൻ കഴിയാത്ത എതിർപക്ഷത്തേക്കുന്ന ആൾക്കാർ അവർ സ്വാഭാവികമായും മറ്റ് വലിയ രാഷ്ട്രങ്ങളെ പിന്തുണ തേടില്ല. ഇപ്പോൾ അമേരിക്ക പോലെ, റഷ്യ പോലെ, ചൈന പോലുള്ള രാജ്യങ്ങളെ പിന്തുണ തേടുന്നു. ഇപ്പുറത്ത് ഒരു കൂട്ടം രാജ്യങ്ങൾ അണിനിരക്കുന്നു. പരസ്പരം ഈ ടെക്നോളജി ഇല്ലാത്ത രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാറിയിട്ട് ടെക്നോളജിയുടെ ഏറ്റുമുട്ടലായി മാറിയാൽ അതൊരു വിനാശകരമായ രീതിയിലേക്കല്ലേ പോവുക? ഞാൻ പറയുന്നത് ഇയാൾ ടെക്നോളജിയുടെ വികാസം തന്നെയാണ് എല്ലാ യുദ്ധവും. നമ്മളെങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? ശ്രീരാമൻ്റെ കാലത്തെ അയാളുടെ കഴിവെന്താ? അസ്ത്രം വെച്ച് അയക്കുന്നതാണ്. ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് എന്ന് യുദ്ധം ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് കല്ലും മണ്ണും മാരി നമ്മൾ എറിയുകയായിരുന്നു. ദൂരെ പ്രവർത്തിക്കാൻ കഴിയുന്ന, അടുത്തല്ലാതെ ദൂരെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യയുടെ വികാസമാണ് എല്ലാ യുദ്ധവും. ഇപ്പോൾ ടെക്നോളജി വികസിച്ചു എന്നല്ല പറയേണ്ടത്. ആദ്യം നമ്മൾ ഗുസ്തി പിടിച്ച്
അത് കഴിഞ്ഞിട്ട് ഗദ ഉപയോഗിച്ച്, അത് കഴിഞ്ഞിട്ട് കവണി ഉപയോഗിച്ച് എറിയുന്നത് പഠിച്ച്, അത് കഴിഞ്ഞിട്ടാണ് അമ്പും വില്ലും ഉണ്ടാകുന്നത്. അമ്പും വില്ലും കുറേ വർഷം സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികച്ചതായിരുന്നു. ഇതുകൊണ്ടാണ് പണ്ട് കാലത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ട് അമ്പും വില്ലും കൊടുത്തത്. കാരണം അന്ന് അതേ ഉള്ളു. അതിന് ശേഷമാണ് നമ്മൾ തോക്ക് കണ്ടുപിടിച്ചത്. തോക്ക് കണ്ടുപിടിച്ചതോടെയാണ് അതുവരെയുള്ള എല്ലാ സാങ്കേതിക വിദ്യയും തകർന്നത്. തോക്ക് അങ്ങനെ 10-15 വർഷം നമ്മൾ അടിതട പഠിച്ച് ആകാശത്തൂടെ പറന്ന് വരുന്ന തരത്തിൽ ആരോമൽ ചെവേറും തച്ചോളി ഒതേനും ജപ്പാനിലെ സാമുറായിയും ഒക്കെ ഉണ്ടായതാണ്. ഇവരെല്ലാം കൊക്കിന് വെടിവെച്ചിടുന്ന പോലെ വെടിവെച്ചിട്ട് അതോടെ അത് കഴിഞ്ഞു. കുതിരപ്പുറത്ത് വരുന്നതായിരുന്നു, കുതിര ഉപയോഗിച്ചിട്ട് വരുന്നതായിരുന്നു അവസാനത്തെ ഒരു സ്ഥലം. മറ്റു മൃഗങ്ങൾ ആനയെ ഉപയോഗിച്ച്, കഴുതയെ ഉപയോഗിച്ചു, ഒട്ടകത്തിനെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതാത് പ്രദേശത്തെ മൃഗങ്ങളെ ഉപയോഗിച്ചിരിക്കുന്നിടത്തു നിന്ന് മാറി ജീപ്പും വണ്ടിയും ഉപയോഗിക്കുന്നിടത്തേക്ക് മാറിയതോടെ മൃഗങ്ങളുടെ കാര്യം കഴിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ വികാസം തന്നെയാണ് എല്ലാ യുദ്ധത്തിനും. ലോകത്ത് 80% കണ്ടുപിടുത്തവും ഈ യുദ്ധത്തിന് വേണ്ടി തന്നെ ഉണ്ടായതാണ്. അത് പിന്നെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അതിനെ മാറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നും നമ്മൾ വളരെ വയലൻ്റായ ഒരു ജീവി തന്നെയാണ്, അല്ലാതെ അതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല. ഇയാൾ പറയുന്ന സാങ്കേതിക വിദ്യയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ എന്നും സാങ്കേതിക വിദ്യ തന്നെയാണ്. അത് കഴിഞ്ഞ് പ്ലെയിൻ കണ്ടുപിടിച്ച്, ബോംബിടുന്നത് അടിച്ച്, അത് കഴിഞ്ഞ് മിസൈൽ കണ്ടുപിടിച്ച്, ആ മിസൈലായിട്ട് ഇടുന്ന അതിൻ്റെ വാർഹെഡ് എന്ന് പറയുന്നതിനകത്ത് ICBM എന്ന് പറഞ്ഞാൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നതിൻ്റെ അറ്റത്ത് ഒരു ബോംബ് വെച്ച് ഇടാൻ പറ്റുമെന്നുള്ളത്. അത് കഴിഞ്ഞ് സബ്മറൈൻ കണ്ടുപിടിച്ച്, സബ്മറൈനകത്ത് നിന്ന് ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഈ ICBM ആവശ്യമേ ഇല്ലാതായി. അതുകൊണ്ട് അത്ര ഷോർട്ടായി. അതുകൊണ്ട് ഈ നിലവാരത്തിൽ സാങ്കേതികവിദ്യ വികസിക്കുന്നു എന്നുള്ളത്, ഇന്ന് ഡ്രോൺ ഉണ്ടായി എന്നുള്ളതും നമ്മൾ ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു എന്നുള്ളത് അർത്ഥം മാത്രമേ ഉള്ളൂ. സാങ്കേതികവിദ്യയുടെ വികാസം തന്നെയാണ് യുദ്ധത്തിൻ്റെ എല്ലാ മേൽക്കൈയും എന്നും ആൾക്കാർക്ക് കിട്ടിയിരുന്നത്. കുതിര ഉപയോഗിച്ചിരുന്ന കാലത്ത് കുതിര ഉപയോഗിച്ചവരാണ് വിജയിച്ചിരുന്നത്. ഈ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഇപ്പം സബ്മറൈൻ, അന്തർവാഹിനിയുടെ കാര്യം പറയും, ഇതൊക്കെയായിട്ട് ഇന്ത്യ വലിയൊരു ശക്തിയായിട്ട് മാറുന്നു, ലോകം അംഗീകരിക്കുന്നു. അപ്പം ഇന്ത്യയിലുള്ള ആളുകൾ പറയുന്നത് ഇന്ത്യയിൽ കൂടുതൽ ഈ മതവാദം, അതായത് ഹൈന്ദവവാദം ഉയർത്തി ഒരു BJP സർക്കാർ മുന്നോട്ട് പോകുന്നു. എന്നാൽ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്നു ഇന്ത്യ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഒത്തിരി മുന്നേറുന്നു. അപ്പം ഒരു യുദ്ധം അങ്ങനെ ഈ രണ്ട് പക്ഷത്തായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ ഒരു വലിയ ശക്തിയാണ്. ഇപ്പോൾ ചൈനയായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെക്കാട്ടും 2-3 ഇരട്ടി വലിപ്പമുള്ള രാജ്യം ചൈന, സൈനിക ശക്തിയുടെ വരുമില്ല. പക്ഷേ ഈ ടെക്നോളജിയിൽ ഇന്ത്യ ഒരുപാട് വികാസം പ്രാപിച്ചു. അങ്ങനെ നമുക്ക് അഭിമാനിക്കാവോ? ഇല്ല. അതെന്താ? ഇല്ല. കാരണം ലോകത്ത് നമ്മുടെ ആയുധങ്ങൾ പോലും മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല, ഒന്നും തന്നെ എത്തിയിട്ടില്ല. നമ്മൾക്ക് പരമാവധി നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വികാസം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ചൈനയ്ക്കോ അല്ലെങ്കിൽ റഷ്യയ്ക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ബ്രിട്ടനോ മുന്നിൽ പോകാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നമ്പറിലാണ് നമ്മൾ ഈ ആയുധശക്തിയാണെന്ന് പറയുന്നതിനകത്തുള്ളത്. അതുകൊണ്ട് 140 കോടി ജനം ഉള്ളതിനകത്ത് ഏറ്റവും വലിയ പട്ടാളവും ഏറ്റവും വലിയ ആൾക്കാരുടെ നമ്പറാണ് നമ്മൾ കൂടുതൽ. സാങ്കേതിക വിദ്യയുടെ മികവിലൊന്നും നമ്മൾ ഇതുവരെ മുന്നേ പോയിട്ടില്ല. കാരണം ഇന്നും ആ നിലവാരത്തിൽ അതിനകത്ത് ഇന്ന് 1-ാം നമ്പറായിട്ട് മാറിയിരിക്കുന്ന ചൈനയാണ്, അമേരിക്ക തന്നെയല്ല. അമേരിക്കയ്ക്കും ഈ പറയുന്ന പഴയ സാങ്കേതിക വിദ്യയിലുള്ള വികാസത്തിനറ്റത്താണ് അവരും നിൽക്കുന്നത്. പക്ഷേ ഇന്നിപ്പം നമ്മൾ നോക്കിയാൽ മതി, പുതിയ സെൽഫോൺ കണ്ടുപിടിക്കുന്നിടത്തായാലോ ഡ്രോൺ കണ്ടുപിടിക്കുന്നതിനകത്തായാലും ശരി, പുതിയ തരത്തിലെ പാലങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് എല്ലാം ചൈനക്കാർ മുന്നേ പോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ലെവലിൽ നമുക്ക് കഴിയില്ല. പിന്നെ നമ്പർ എടുത്താൽ നമ്മൾ അവർ തമ്മിൽ അകലം എന്ന് പറയുന്നത് 2 കോടി ജനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ബാക്കി മുഴുവനും അവർ ഒരുപോലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അടിയന്തരമായിട്ട് ജപ്പാനെയോ ചൈനയോ ബ്രിട്ടനെയോ ജർമ്മനിയോ അമേരിക്കയോ നമ്മൾ മറികടക്കത്തില്ല. നമുക്ക് നമ്പറിലാണ് വലിയ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നമ്പർ വളരെ കൂടുതലായത് കാരണം കൊണ്ട് ഏറ്റവും വലിയ പട്ടാളമുള്ള ആണ്. പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ 5-ാമത്തെ 6-ാമത്തെ സ്ഥലത്താണ്. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള നിൽക്കുന്ന സ്ഥലങ്ങൾ. അല്ലാതെ നമ്മൾ സാങ്കേതിക വിദ്യയുടെ മികവിൽ നമ്മൾ മുന്നേ പോയിട്ടില്ല. അത് ആകെപ്പാടെ നമുക്കൊരു ചെറിയ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രനിലെ നമുക്കൊരു സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സാങ്കേതിക വിദ്യയിൽ മികവ് കാണിച്ച ഒരു പോയിൻ്റ്. അത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ ഈ പറയുന്ന മേഖലകളിൽ മുഴുവൻ അവരുടെ നമ്മളിന്നും നല്ല ഡ്രോൺ ഉണ്ടാക്കി കൊടുക്കുന്നവരായിട്ടില്ല. അതിനകത്ത് ഇന്ന് ഡ്രോണിനകത്ത് ഏറ്റവും മികവുണ്ടായിരിക്കുന്ന ഇറാനാണ്, ഈ ഇസ്രയേൽ പോലുമല്ല. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിനകത്തും എല്ലാവരും മുന്നേ പോയിട്ടൊന്നുമില്ല. പക്ഷേ പൊതുവേ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അമേരിക്കയായിരുന്നു വർഷങ്ങളായിട്ട് മുന്നേ നിന്നിരുന്നത്. അവരുടെ എന്താണ് ഇതിന് ഇടിവ് വന്നതെന്ന് പറയാനൊക്കെ നിലവാരത്തിലായിട്ടുമില്ല.
പക്ഷേ അവരുടെ സൂപ്രമസി എന്ന് നേരത്തെ വിചാരിച്ചിരുന്ന നിലവാരത്തിലല്ലാതെ ചൈനയ്ക്കും ഈ ജപ്പാനുമൊക്കെ മുന്നേ കൊണ്ടുവരാനാണ്. സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ജപ്പാനോളം തുല്യമായി ഇതുവരെ മറ്റുള്ളവരായിട്ടില്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന മേഖലയിലോ അല്ലെങ്കിൽ ഡ്രോണിൻ്റെ വർക്കിനകത്തുമൊക്കെ ചൈനക്കാർ മുന്നേ പോയിട്ടുണ്ട്. അതുകൊണ്ട് പല നിലവാരത്തിലാണ് നമ്മൾ. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ മികവിൽ ഇന്ത്യ ഒരു 5ാമത്തെ 6ാമത്തെ സ്ഥലത്താണ്. ടെക്നോളജി മുന്നിലുള്ള ജപ്പാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിനോ തുർക്കിക്കോ ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു സബ്മറൈൻ നിർമ്മിക്കാൻ നമ്മൾ 2 ആണവ അന്തർവാഹിനികൾ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കാനുള്ള 2 സബ്മറൈൻ നിർമ്മിച്ചു. അടുത്ത വർഷം 3ാമത്തെ ഒരെണ്ണം നിർമ്മിക്കാൻ പോകുന്നു. 400 കിലോമീറ്റർ മുതൽ 7000 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിലേക്ക് പൃഥ്വി 4, അഗ്നി 4 ഒക്കെയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്ര പിന്നിലാണെങ്കിൽ എങ്ങനെ തദ്ദേശീയമായി ഇത്ര മികവ്? നമ്മൾ ഈ ഇയാൾ പറഞ്ഞ 3 രാജ്യം മറ്റേ റഷ്യക്കാരെ അങ്ങ് ഉപേക്ഷിച്ച ഇയാളെന്താ? ഇയാൾ അമേരിക്കക്കാരെ എന്താ ഉപേക്ഷിച്ചത്? അവർ വലിയ രാജ്യങ്ങളാണ്. അവർ വലിയ രാജ്യങ്ങളാണ്. ഇന്ത്യയെക്കാളും വലിയ. അപ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. സാങ്കേതിക വിദ്യയിൽ അവർ മുന്നിലാണ്. അതെ. അതുകൊണ്ട് ഇയാൾക്ക് പറ്റുന്ന 4 പേരുടെ പേര് പറഞ്ഞിട്ടാണ് ആ പറഞ്ഞത്. അല്ല, ടെക്നോളജിയിൽ ഇവർ മുന്നിലായതുകൊണ്ട് അല്ലെന്ന്. അത് തന്നെ അന്തർവാഹിനി എന്ന് പറയുന്ന സാധനം ഒരെണ്ണം നമുക്ക് ടെക്നോളജിക്കൽ ട്രാൻസ്ഫറോട് ആദ്യം കിട്ടിയതാണ്. അതിനെ നമുക്കത് കോപ്പി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ 2 തവണ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ മേഖലകളിലെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത്രയും വന്നിട്ടുള്ളൂ. നമ്മൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കയോടാണെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രിട്ടനോടാണെന്നുണ്ടെങ്കിൽ നിൽക്കത്തില്ല, റഷ്യയോടും പറ്റത്തില്ല. ഈ അന്തർവാഹിനിയാണ്. കാരണം അവർക്ക് 100 കണക്കിനുണ്ട്. അതുകൊണ്ട് 3ാമത്തെ ഉണ്ടാക്കി മിടുക്കരായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് തദ്ദേശീയമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും 3 എണ്ണേ ഉള്ളെന്നറിയേണ്ടതുണ്ട്. 100 കണക്കിനുള്ളവരാണ് അമേരിക്കയും റഷ്യയും. അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പാകിസ്ഥാനെ നോക്കിയോ അല്ലെങ്കിൽ കൊറിയക്കാരനെ നോക്കിയോ അല്ലെങ്കിൽ യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കാൻ അനുവാദമില്ലാത്ത ഒരു രാജ്യമായിരുന്നു ജപ്പാൻ. സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടാക്കിയ കരാറുണ്ടാണ്. അല്ലാതെ അവർക്ക് സാങ്കേതിക വിദ്യ അറിഞ്ഞുകൂടാത്തതുകൊണ്ടോ ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അവരെ അനുവദിക്കാതിരുന്നതുകൊണ്ടൊക്കെയാണ്. അതുകൊണ്ട് അനാവശ്യമായ ഒരു ഊതിപ്പെരിപ്പിച്ച് അനുഭവിക്കാനായിട്ട് വേണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ, ഞാൻ പറഞ്ഞില്ലേ സോഫ്റ്റ് ലാൻഡിങ് ചന്ദ്രനിൽ ചെയ്തത് ഒരു വലിയ വിജയമാണ്. അത് ചെറുതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സാങ്കേതിക വിദ്യയുടെ മികവ് അവിടെയാണ് ഉണ്ടായത്. ഇത് ആണമെന്ന് ഈ സബ്മറൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രയോ വർഷം മുമ്പ് അമേരിക്കയും റഷ്യയും ചെയ്ത് കളഞ്ഞ, ചൈനയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനകത്തൊന്നും നമ്മളിപ്പം ഈ ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡോമിനേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളെ മറികടക്കാനുള്ള സാധനമില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള കൊച്ചു രാജ്യങ്ങളോടൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ പറയാം. ഇപ്പോൾ ഇസ്രയേലുകാർ എന്ന് പറയുന്നത് ആ രാജ്യം നിൽക്കുന്നത് തന്നെ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ മികവിലാണ്. അവർ അല്ലാതെ ഈ മുഴുവൻ അവരാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലവാരത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇംഗ്ലണ്ടിൻ്റെയും അമേരിക്കയുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇസ്രയേൽ അവിടെ നിൽക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവർ നിൽക്കാനൊക്കത്തില്ല. അത് നമ്മളറിയണം. അതിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ ഈ മറ്റ് മുസ്ലിം വിരോധമുള്ള മനുഷ്യന്മാർക്ക് പറയുന്ന, അതിനോട് പറയാൻ ഇസ്രയേലുകാർ ഭയങ്കരമായി സംഭവിച്ചു എന്നൊക്കെ പറയുന്ന, ഞാൻ പറഞ്ഞ പുങ്കത്തം കൊണ്ട് പറയുന്നു എന്നുള്ളതല്ലാതെ ആ നിലവാരത്തിലുള്ള സംഭവമൊന്നുമല്ല. അത് നമ്മൾ അങ്ങനെ തന്നെ അറിയണം. പക്ഷേ ലോകത്ത് എല്ലാ യുദ്ധങ്ങളും സാങ്കേതിക വിദ്യയുടെ മികവ് മുമ്പോട്ട് പോകുന്ന, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ ചെറിയ യുദ്ധങ്ങളാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് ചെറിയ യുദ്ധം നടക്കുന്നത്? എന്തുകൊണ്ടാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധം ആരംഭിക്കാത്തത്? നഷ്ടമാണെന്ന് അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം ആരംഭിക്കാത്തത്? ഗുസ്തി പിടിക്കുകയാണല്ലോ ചെയ്തത്. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇത്രയും തോക്കുണ്ടായിട്ട് എന്താണ് ഗുസ്തി പിടിച്ചത്? യുദ്ധം ആരംഭിക്കരുതെന്ന് അറിയുന്നുണ്ടാണ്. പക്ഷേ നമുക്കൊരു നഷ്ടമാണ് ലോകത്തുണ്ടാകുന്ന ഏത് യുദ്ധവും. പക്ഷേ ഇന്ന് യുദ്ധം ചെയ്യുന്നത് യുദ്ധസാമഗ്രികൾ വിൽക്കുന്ന വ്യവസായം കൊണ്ടാണ് നമ്മളിന്ന് യുദ്ധം ചെയ്യുന്നത്. അവരുടെ സാധനങ്ങൾ ആളുകൾ ഉപയോഗിക്കണമെന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ല, വാങ്ങിപ്പിക്കണം. അപ്പോൾ ഓരോ രാജ്യത്തിനകത്തിരിക്കുന്ന ആൾക്കാർ രാജ്യസ്നേഹങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇയാൾ വിജൃംഭിച്ച് പറഞ്ഞ ആ വികാരമില്ലേ, ആ വികാരത്തിന് അനുഗുണമായി ഒരു കാര്യമില്ല. ഇപ്പോൾ റാഫേൽ മേടിക്കാൻ പോയി എന്തിനാണ് നമ്മൾ വെറുതെ ആലോചിക്കുക? എന്തിനാണ് റാഫേൽ മേടിക്കാൻ പോയത്? ഇത്ര വലിയ സാങ്കേതിക വിദ്യയിൽ മികവ് വന്നവരാണല്ലോ, എന്താ മേടിക്കാൻ? അങ്ങനല്ല. ചില മേഖലയിലുള്ള സാങ്കേതിക വിദ്യയിലാണ് ഓരോ വിഭാഗത്തിനും ഉണ്ടാകുന്നത്. അല്ല എല്ലാ സാങ്കേതിക വിദ്യയും കൂടെ ഒന്നിച്ച് ഒരു രാജ്യത്തൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഇല്ല. അതേസമയത്ത് കൂടുതൽ ധനമുള്ളവർക്ക്
മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യ വാങ്ങി അവർക്കത് ആവർത്തിക്കാൻ പറ്റും. ആ നിലവാരത്തിൽ ഇപ്പോൾ ഇന്ത്യക്കാരന് പണം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് കൂട്ടത്തിലൊരു ദ്രോഹിയും കൂടെ ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞതിൽ ഭരണപക്ഷത്തിനോടുള്ള എതിർപ്പാണ് തീവ്രവാദമായി രൂപപ്പെടുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയാണോ ശരിക്കും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുന്നത്? തീവ്രവാദം എന്ന് പറയുന്നത് ആരാണോ ചെറിയ അവർ തീവ്രവാദികളും മറ്റുള്ളവരെല്ലാം ഗവൺമെൻറ്റും ആവും. അത്രയും അങ്ങനെ പറയാൻ പറ്റും. സ്ഫോടനം നടത്തുന്നത് അല്ലെങ്കിൽ ട്രെയിൻ അട്ടിമറിക്കുന്നത് സകല ബോംബ് ഇട്ടിരിക്കുന്നത് ഗവൺമെൻറ്റുകളാണ്. ലോകവ്യാപകമായി ബോംബ് ചെയ്തിരിക്കുന്നത് AK-47 കണ്ടുപിടിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഒരു തീവ്രവാദി ഇതുവരെ ഒരു AK-47 കണ്ടുപിടിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ എങ്ങനെയാണ് പോയതെന്നുള്ളത് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യത വരും. നമ്മൾ ഈ പറയുന്ന വികസിച്ച സമൂഹങ്ങളിൽ എന്ന് പറഞ്ഞാൽ സകല AK-47 അല്ലെങ്കിൽ മിസൈൽസ് ഈ സാധനങ്ങൾ ഒന്നും തന്നെയും തീവ്രവാദികൾ ഉണ്ടാക്കിയിട്ടില്ല. അവർ കൊട്ടയ്ക്കാക്കൊഴലെന്ന് പറയുന്ന വെറുതെയുള്ള തോക്കെ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ അവർക്കുള്ളൂ. പക്ഷേ ഇവരുടെ കയ്യിലെല്ലാം ഈ AK-47 വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഇത് ഈ വികസിച്ച രാജ്യമെന്നും ഗവൺമെൻറ് നമ്മൾ പറയുന്നവരിലെ ആയുധം വയ്ക്കുന്നവർ ആണ് ഈ പാവം പിടിച്ച മനുഷ്യന്മാർക്ക് ഇത് കൊടുക്കുന്നത്. ഉണ്ട കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ മതി. ഈ ആഫ്രിക്കയിലെ യുദ്ധം തീരും, അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം തീരും, സിറിയയിലെ യുദ്ധം തീരും. ഇവരാരും ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അതിനുശേഷം ബാക്കിയുള്ള 4 രാജ്യവും റഷ്യ, ചൈന, ഇന്ത്യ ഇതൊക്കെയാണ് ടെററിസ്റ്റ് രാജ്യങ്ങൾ. ആയുധം ആരാണോ ഉണ്ടാക്കുന്നത്, ആരുടെ മുകളിൽ പ്രയോഗിക്കുന്നത് അവരാണ് ടെററിസ്റ്റുകൾ. അല്ലാതെ റെസിസ്റ്റ് ചെയ്യുന്നവരെ ടെററിസ്റ്റുകളായിട്ട് ഞാൻ കാണത്തില്ല. ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയിൽ 2 ടവറുകൾ അത് തന്നെയാണ് ഇടിച്ചു പൊളിച്ചത്. അവരെ ഇടിച്ചു പൊളിക്കാനായിട്ട് പ്ലെയിനിന് അവർ സപ്ലൈ ചെയ്തിട്ട് മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ ഉണ്ടാകത്തില്ല. വളർത്തിക്കൊണ്ട് വരുന്ന അവർ വളർത്തിക്കൊണ്ട് വന്നവരാണ്, അവരാണ് അത് ചെയ്തത്. ഭിന്ദ്രൻ വാല ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധിയാണെന്ന് നമുക്കറിയുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടിയെ പേപ്പട്ടിയാക്കിയിട്ട് കൊല്ലാനായിട്ട് പറ്റുമെന്ന് അറിയുന്നുണ്ട്. അന്ന് ആ ടവർ നശിപ്പിച്ചവരുടെ പാസ്പോർട്ടിനെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ. അവർ മുഴുവൻ സൗദി അറേബ്യയിൽ നിന്ന് വന്നവരാണല്ലോ. എന്നിട്ട് എന്താ അവിടെ ഇതുവരെ ബോംബിടാതെ പറഞ്ഞാൽ മതി. ഇയാൾ ടെററിസ്റ്റുകൾ ഈ ഒരു രാജ്യത്തു നിന്ന് അത് തന്നെ രാജ്യക്കാർ മുഴുവൻ ടെററിസ്റ്റ്. അവിടെ ഉള്ളവർ ചുരുങ്ങിയ പക്ഷേ തൻ്റെ തെളിവല്ലേ അത് തൻ്റെ. അപ്പം വേറെ വല്ലവരും വന്നാ ബോംബ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഒരാൾ കുറ്റം ചെയ്താൽ ആ സമൂഹം മുഴുവൻ കുറ്റം. അപ്പം പിന്നെ അവരെ അല്ലാതെ അപ്പം പിന്നെ ടെററിസ്റ്റുകൾ ആരാണ്? ആ പ്ലെയിൻ കൊണ്ടുപോയത് ടെററിസ്റ്റുകളാണോ? സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ അവർ വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലാണെന്നുള്ളത് ഈ പാസ്പോർട്ടിനകത്തുള്ള മുഴുവൻ രേഖയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഒരാൾ പോലും ഇറാഖിൽ നിന്ന് വന്നിട്ടില്ല, ഒരാൾ പോലും ലിബിയയിൽ നിന്ന് വന്നിട്ടില്ല, ഒരാൾ പോലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഈ 3 സ്ഥലത്താണല്ലോ ബോംബ് ചെയ്തത്. അതുകൊണ്ടാണ് ടെററിസ്റ്റുകൾ ഗവൺമെൻറ്റുകളാണ്, അല്ലാതെ ഈ പാവം പിടിച്ച മനുഷ്യരല്ല. അവരെ പട്ടിയെ പേപ്പട്ടിയാക്കുന്നത് പോലെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ആയുധ വ്യാപാരം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലാതെ പരസ്പരം മനുഷ്യരാണെന്ന് അറിയുന്ന കാലത്താണ് നമ്മളുള്ളത്. എന്നിട്ട് യുദ്ധം തുടരുന്നത് ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ ഓരോ യുദ്ധവും ഓരോ രാജ്യത്തെ 20 മുതൽ 50 വർഷം വരെ പിന്നോക്കം കൊണ്ടുപോകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് യുദ്ധങ്ങളൊന്നും ഇല്ല. ആ യുദ്ധം ചെയ്തിട്ട് അവിടെ നന്നാക്കാൻ പോകുമ്പോൾ ഇഷ്ടം പോലെ കാശ് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും മേടിക്കാൻ പറ്റുമെന്ന് അറിയുന്നതുകൊണ്ടാണ് അവർ പോകുന്നത്. എന്തായാലും യുദ്ധമൊന്നും ഇല്ലാത്ത ഒരു നൂറ്റാണ്ടിലൂടെ നമുക്ക് കടന്നു പോകാമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാര്യമുണ്ട്, അത്രയും മര്യാദ കെട്ട മനുഷ്യരാണ് ലോകത്ത് പണം ആർജിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും അവർ ഇത് ബോംബ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കും. അപ്പോൾ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് നല്ല, അത് വേറെയാണ്. 800 കോടി ജനവും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യത്തിനകത്താണ് നമുക്ക് ആ ലെവലിലെ ശുഭാപ്തി വിശ്വാസം. മനുഷ്യർ തുടരുന്നുണ്ടാവും, പക്ഷെ മര്യാദഘട്ട മനുഷ്യരായിരിക്കും തുടരും. അപ്പോൾ ആയുധ വ്യാപാരം നിലയ്ക്കാതിരിക്കാൻ എന്നും എവിടെയെങ്കിലും ചെറുതും വലുതുമായ രാജ്യങ്ങൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.